CPM-നെ സംബന്ധിച്ചിടത്തോളം അവരെ നയിക്കാൻ പിണറായി അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ പിണറായിക്കെതിരെ വളരെ വളരെ ശക്തമായ വളരെ രൂക്ഷമായ പ്രതികരണങ്ങളാണ്, ആരോപണങ്ങളാണ് ജില്ലാ കമ്മിറ്റികളിൽ, ഏരിയ കമ്മിറ്റികളിൽ, ലോക്കൽ കമ്മിറ്റികൾ, ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റികളിൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നൊക്കെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ തോൽവിക്ക് കാരണം പിണറായി വിജയനാണ്. അപ്പോൾ ഇപ്പൊ എന്തായാലും ഒരു തീരുമാനത്താണല്ലോ. അതായത് ബ്രാഞ്ചും ലോക്കലും ഏരിയയും ജില്ലാ കമ്മിറ്റികളും ഈ താഴെ തട്ടിലുള്ള കമ്മിറ്റികളൊക്കെ പറയുന്നു തോൽവിക്ക് കാരണം പിണറായി വിജയനാണ്. ഇനിയിപ്പോ സംസ്ഥാന സമിതി എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും ഇവരുടെ ആരോപണം അങ്ങനെ വെള്ളപൂശാൻ പറ്റില്ലല്ലോ. മാത്രമല്ല പി ബിയില് നമുക്കറിയാം, ഈ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തിരഞ്ഞെടുത്തതിൽ പി ബിയിൽ പല അംഗങ്ങൾക്കും കടുത്ത അമർഷമുണ്ട്. അവസാനം വോട്ടിനിട്ടപ്പോൾ 7 പേരാണ് എതിർത്ത് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെതിരെ പി ബിയിലെ 7 പേർ. ഇത് മുന്നേ അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു സംഭവമില്ല. പിണറായി ഒരു കാര്യം പറഞ്ഞാൽ അത് തന്നെ. പക്ഷെ ഇപ്പോഴല്ല, കാലം മാറുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സി പി ഐയും ഇപ്പോ പഴയ CPI അല്ല. CPI എന്താ പറയാ, പ്രതിപക്ഷ നേതൃസ്ഥാനം അല്ലെ, ആ നേതൃത്വ സ്ഥാനത്തിന് വേണ്ടിയിട്ട് CPI പിടിമുറുക്കുകയാണ്. ഇപ്പൊ ബിനോവിശ്വം പത്രക്കാരോടൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയാണ്. അപ്പം ഇടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ അർത്ഥമുണ്ട്, പക്ഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ അർത്ഥമുണ്ട്, മുന്നണി എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ അർത്ഥമുണ്ട്. അതൊക്കെ നമുക്കറിയാം. അതൊക്കെ സ്വാഭാവികമായി CPM-നും അറിയേണ്ടതാണ്. അതുകൊണ്ടൊക്കെ തന്നെ അവര് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം CPIക്ക് തരേണ്ടതാണ്. പക്ഷെ MP ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും CPIക്ക് കൊടുക്കില്ല. അപ്പൊ ഏതായാലും CPIയും പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ CPM-നെതിരെ കലാപം ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത്, മാത്രമല്ല ഈ മറ്റൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളുണ്ടല്ലോ, അതായത് വീണ വിജയനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര സംഭവമൊന്നും അല്ല കേട്ടോ. കാരണം ഇപ്പം ഈ വെള്ളിയാഴ്ചയാണല്ലോ, അതായത് CMRL കർത്ത നൽകിയ അതായത് ED അന്വേഷണം നിർത്തലാക്കണം, അല്ലെ ED അന്വേഷിക്കാൻ EDക്ക് അവകാശമില്ല എന്ന തരത്തിലുള്ള കർത്തായുടെ ഈ ഹർജി വെള്ളിയാഴ്ചയാണ് തീർപ്പാക്കുന്നത്. മിക്കവാറും അത് കർത്തക്കെതിരായിട്ടായിരിക്കും കൈക്കൊള്ളുക. കാരണം ആ രീതിയിലാണ്. ഒരു സ്റ്റേ പോലും കൊടുത്തിട്ടില്ല. മാത്രമല്ല വീണ വിജയനെതിരെ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് EDയോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ വീണ വിജയനെ മാത്രമല്ല EDയെ ഈ ഇഷ്ടിയെ കൊണ്ട് ED ഉദ്യോഗസ്ഥന്മാർ വന്ന കാർ ആക്രമിക്കുകയും ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്ത സംഭവത്തിൽ ED ഉദ്യോഗസ്ഥന്മാരാകെ നല്ല കലിപ്പിലാണ് എന്ന് പറഞ്ഞാൽ വീണയെ വിടില്ല. മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ആഴ്ച തന്നെ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ആഴ്ച വീണയെ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കോ വിളിപ്പിക്കും, ചോദ്യം ചെയ്യും. വീണ ചോദ്യം ചെയ്യാൻ വിമുഖത പ്രകടിപ്പിക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ വീണ ജയിലിലേക്കാണ്. അക്കാര്യം ഏതാണ്ട് അക്കാര്യം തീരുമാനിച്ചു. വീണ ജയിലിലേക്ക് പോവുകയാണ്. പിന്നെ ഈ കാരണഭൂതാണ്. ഇതിന്റെ പിന്നാലെ മറ്റന്വേഷണം വരും. അതായത് കരിമണൽ കർത്ത 184 കോടി രൂപയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കൊടുത്തത്. അപ്പൊ RCയും നമ്മളെ എന്താ പറയാ PK ഒക്കെ പറഞ്ഞത് ഞങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ PK കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും രമേശ് ചെന്നിത്തലയായും ആണെങ്കിലും ഒക്കെ പറഞ്ഞത് ഞങ്ങൾ കർത്തായിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. എന്തിനാ വാങ്ങിയത്? അത് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള സംരംഭകരിൽ നിന്ന് പൈസ വാങ്ങാറുണ്ട്, സംഭാവനയാണ് വാങ്ങിയത്. അപ്പൊ അതിനുള്ള തെളിവുകളൊക്കെ അവർ ഹാജരാക്കുകയായിരിക്കും. അപ്പൊ സ്വാഭാവികമായും RCയും ഈ KPയും ഈ പറഞ്ഞ നേതാക്കന്മാരൊക്കെ രക്ഷപ്പെടും. പക്ഷെ PV പറയുക, പിണറായി വിജയൻ പറയുന്നത് അതിലുള്ള PV ഞാനല്ല എന്ന് പറയുന്നത്. ഇയാള് ഏറ്റവും വലിയ പൊട്ടനായതുകൊണ്ടല്ലേ. ഇയാൾക്ക് വായിച്ചു നോക്കില്ലാന്ന്. ഇയാൾ ഇന്ററിം സെറ്റിൽമെന്റ് റിപ്പോർട്ട് ഇയാൾ വായിച്ചു നോക്കില്ല. ആരും ഇയാൾക്ക് വായിച്ചു കൊടുത്തിട്ടില്ല. വായിച്ചു കൊടുത്താൽ ഇയാൾക്ക് മനസ്സിലാവില്ല. അമ്മാരി പൊട്ടനല്ലേ. അപ്പൊ ഏതായാലും ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ PV എന്ന് പറയുന്ന ഇനീഷ്യൽ പിണറായി വിജയനാണെന്ന് കർത്ത തന്നെ സമ്മതിച്ചിട്ടുണ്ട്. PV എന്ന് പറയുന്നത് PV നരസിംഹറാവു അല്ല, PV അൻവർ അല്ല. അതാരാണ്? അത് പിണറായി വിജയനാണ് എന്ന് കർത്ത തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ പിണറായി വിജയന് കൈ രണ്ടും മേലെ ഉയർത്താണ്ട് ശുദ്ധം എന്ന് പറഞ്ഞാൽ അടി കിട്ടുമായിട്ട്. അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇത് വെറുതെ ഒരു റിപ്പോർട്ട് അല്ലാന്ന്. ഇത് ഈ അന്തകമ്മിയൊക്കെ മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്, അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണ്.
അതിന് അതിൻ്റെതായ മൂല്യമുണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് SFIO അന്വേഷിക്കുന്നത്. നേരത്തെ ROC അന്വേഷിച്ചു. ROC അന്വേഷിച്ചതിന് ശേഷം SFIO അന്വേഷിച്ചു. ആ SFIOന്റെ ഈ അന്വേഷണത്തിന്റെ എന്താ പറയാ അന്വേഷണത്തെ തുടർന്നിട്ടാണ് അതിന്റെ ഫൈൻഡിങ്സ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ED അന്വേഷണം ആരംഭിച്ചത്. ഇനി പിന്നാലെ CBI വരും. അങ്ങനെ CBIയും ED ഒക്കെ അന്വേഷണം നടത്തുമ്പോൾ പിണറായി വിജയനും മിക്കവാറും വീണക്ക് പിന്നാലെ പിണറായി വിജയനും പോകും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, CPMനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആര് നയിക്കും? ചില ആൾക്കാരൊക്കെ പറയുന്നത് KN ബാലഗോപാൽ, ഇയാളെ പോലുള്ള ലോക വിഡ്ഢി അല്ലെ, ലോക വിദ്യാസുരൻ ലോകത്തുണ്ടാവില്ല. ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത, ഒരു ആംബിയറും ഇല്ലാത്ത, ഒരു കമ്മ്യൂണിസം എന്താണെന്ന് പോലും അറിയാത്ത ഈ പണുഗുണാഞ്ചനാണോ ഈ CPM നയിക്കാൻ പറ്റും? ഒന്ന് ആലോചിക്കട്ടെ. KN ബാലഗോപാൽ CPM നയിച്ചാൽ അങ്ങനെ ഉണ്ടാവും. പിന്നെ ആരാ നയിക്കുക? അപ്പം ഗോവിന്ദനാണോ? അപ്പം ഗോവിന്ദൻ ഏറ്റവും വലിയ കോമാളിയാണ് എന്ന് തെളിഞ്ഞു. അപ്പം ഗോവിന്ദന്റെ മോൻ തന്നെ പറഞ്ഞു, അച്ഛാ നിങ്ങളൊന്ന് കണ്ണാടി നോക്കി അച്ഛാ എന്ന് പറഞ്ഞ കുടുംബത്തിലെ ആൾക്കാർക്ക് തന്നെ ഇയാളെ വിലയില്ല. അപ്പം പിന്നെ ഇപ്പൊ ആരാ ഉള്ളത്? KK ശൈലജ എന്ന് പറഞ്ഞാൽ KK ശൈലജയുടെ സ്വഭാവം എന്താണെന്ന് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ PR വർക്കിലൂടെ ഊതിപ്പെരിപ്പിച്ച വ്യക്തിത്വം അല്ലാതെ KK ശൈലജക്ക് ഒന്നുമില്ല. അതുകൊണ്ടാണ് തോൽവി. അതാണ് KK ശൈലജ. പിന്നെ ആരപ്പാ? പിന്നെ ആകുള്ളത് മരുവനാണെന്ന്. ഇതായിരുന്നല്ലോ പിണറായിയുടെ ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ സംശുദ്ധരായ നേതാക്കന്മാരെ മുഴുവൻ ഒഴിവാക്കി. TKGയെ ഒഴിവാക്കി, കുഞ്ഞികൃഷ്ണൻ സഖാവിനെ ഒഴിവാക്കി, G സുധാകരനെ ഒഴിവാക്കി, പല ആൾക്കാരെയും മുളയിലെ നുള്ളി. ഇപ്പൊ സുരേഷ് കുറുപ്പ് പോലുള്ള സംശുദ്ധരായ നേതാക്കളെയൊക്കെ നേരത്തെ തന്നെ അരിഞ്ഞു വീഴ്ത്തി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പിണറായി ആഗ്രഹിച്ചത് മരോനെ കൊണ്ടുവരാനാണ്. പക്ഷെ മരോനെ കൊണ്ടുവരാൻ ഒരിക്കലും പാർട്ടിയിലെ ഒരാളും സമ്മതിക്കില്ല. കാരണം റിയാസിനെതിരെ ഇപ്പം തന്നെ ശക്തമായ മുറുമുറുപ്പുണ്ട്. ഇയാളെ എങ്ങനെയോ ജയിച്ചതാണ്. കഷ്ടി തട്ടിമുട്ടി ജയിച്ചതാണ്. അവിടെ കിടക്കട്ടെ. അപ്പം പിണറായി മാറിയാൽ പകരം വരാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ റിയാസ് മാത്രമാണ്. വേറെ ആരാ നിങ്ങളൊന്ന് ആലോചിക്കുക. വേറെ ആരാ വരാനുള്ളത്? പാർട്ടിയിൽ വേറെ ആരാ ഉള്ളത്? അല്ലെങ്കിൽ വല്ല ജെക്സി തോമസിനെയോ AA റഹീമിനെയോ സ്വരാജിനോ ഇമാരി മണ്ടന്മാരി കാക്കേണ്ടി വരും. അല്ലാതെ ആരില്ലാതെ എല്ലാരും മണുഗുണാഞ്ചന്മാരാണ് എല്ലാരും. അപ്പൊ പിണറായിയുടെ ഒരു ലൈൻ ഏതാണ്ട് മനസ്സിലാക്കിയ ആളാണ് റിയാസ്. അപ്പൊ പിണറായിക്കും താല്പര്യം അതാണ്. അതുകൊണ്ട് റിയാസിനെയാണ് പിണറായി കണ്ടുവച്ചത്. പക്ഷെ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും റിയാസിനെ സമ്മതിക്കില്ല. ഇനിയാണ് സസ്പെൻസ്. ആരാണ് CPMനെ നയിക്കാൻ പോകുന്നത്? കേട്ടിട്ട് ഞെട്ടരുത്, ബോധം കെട്ട് വീഴരുത്. കേരളത്തിൽ CPMനെ നയിക്കാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടോ? മലപ്പുറം ജില്ലയിൽ നിന്ന് അതിശക്തനായ ഒരു യുവ പോരാളി വരുന്നു CPMനെ നയിക്കാൻ. അയാളും അയാളുടെ ഭാര്യ ഇന്ന് CPMൽ ചേർന്നു. ഇങ്ങനെ കണ്ണു തള്ളി നോക്കണ്ട. ആരാണെന്നറിയോ? നമ്മളെ KT ജലീൽ കഴിഞ്ഞ 10-20 വർഷമായിട്ട് എന്താ പറയാ സഹയാത്രികനാണ്. CPMന്റെ എല്ലാവിധ ഒത്താശകളോടും കൂടിയിട്ട് സ്വതന്ത്രനായിട്ട് അറിയാലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇയാളെ തോൽപ്പിച്ചു. ആരെ തോൽപ്പിച്ചു? KT ജലീലിനെ തോൽപ്പിച്ചു. തോറ്റു കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 15,000 വോട്ടിനാണ് തോറ്റത്. 15,000 വോട്ടിനാണ് തവനൂരില് KT ജലീൽ തോറ്റത്. പക്ഷെ അതിന് മുമ്പേ തവനൂരില് 3 പ്രാവശ്യം ജയിച്ചു കേട്ടോ. 3 പ്രാവശ്യം ജയിച്ചതാണ്. 2011, 2016, 2021. 2011, 16, 21 3 തവണ തവനൂരിൽ നിന്ന് ജയിച്ച് MLA ആയ മുതലാണ് ഈ പറയുന്ന KT ജലീൽ. ജയിച്ചത് എങ്ങനെയാണ്? CPMന്റെ സഹായത്തോടെ. പക്ഷെ CPM ആയിട്ടില്ല. കാരണം CPMനെ അങ്ങനെ ചേർക്കാൻ പറ്റില്ല. കാരണം മൂപ്പര് കടുത്ത മതവിശ്വാസിയാണ്. മാത്രമല്ല ഇയാളുടെ പൂർവ്വകാല കഥ അറിയോ നിങ്ങൾക്ക്? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. എന്താണ് ഇന്ത്യയുടെ മോചനം? ഇസ്ലാമിലൂടെ എന്ന് പണ്ട്, അതായത് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്തെ നമ്മുടെ അക്കാലത്ത് നമ്മുടെ മതിലുകളിലൊക്കെ ഇങ്ങനെ വെള്ള പൂശിയിട്ട് പച്ച കളർ കൊണ്ട്, പച്ചയും ചുവപ്പും കളർ കൊണ്ട് എഴുതിയ ആ വലിയ മുദ്രാവാക്യം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതായത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. SIMI, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ. SIMI. അക്കാലത്ത് കോളേജുകളിലൊക്കെ SIMI എന്ന് പറയുന്ന തീവ്രവാദ സംഘടന, അതായത് മുസ്ലിം തീവ്രവാദ സംഘടന SIMI കോളേജുകളിലൊക്കെ, ഞാൻ പഠിച്ചത് ഫാറൂഖ് കോളേജിലാണ്. അപ്പോൾ ഫാറൂഖ് കോളേജിലൊക്കെ ഈ SIMIയുടെ യൂണിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത്.
അപ്പൊ അന്ന് ഈ മുസ്ലിം തീവ്രവാദികൾ, തീവ്ര സ്വഭാവമുള്ള മുസ്ലിങ്ങൾ, അതായത് മറ്റേ ഇന്ത്യ പാകിസ്ഥാന്റെ കൂടെ പോകേണ്ടതാണെന്നൊക്കെ അമ്മാതിരി ടീമുണ്ടല്ലോ. കാശ്മീർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒന്നല്ല, അത് പാകിസ്ഥാന്റേതാണ്, പാകിസ്ഥാനാണ് നമ്മളെ രാജ്യം എന്നൊക്കെ ചിന്തിക്കുന്ന, പാകിസ്ഥാന്റെ മാതിരി ഇന്ത്യയെയും ആക്കണം, ഇന്ത്യ മുസ്ലിം രാജ്യമാക്കണം എന്നൊക്കെ തീവ്ര നിലപാടുള്ള ഇപ്പോഴത്തെ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിനേക്കാൾ നല്ല കൊടിയ വിഷം വമിപ്പിക്കുന്ന, വിഷം ചീറ്റുന്ന അമ്മാതിരി മുതലുകളായിരുന്നു ഈ സിമിയിലുണ്ടായിരുന്നത്. ഈ സിമിയുടെ നേതാവായിരുന്നു ഈ പറഞ്ഞ ജലീൽ. ഈ സിമിയുടെ നേതാവായിരുന്നു ആര്? കെ ടി ജലീൽ. അതായത് 1988 കാലത്ത് മൂപ്പര് PSMO കോളേജിലാണ് പഠിച്ചത്. PSMO കോളേജില് തിരൂരങ്ങാടി PSMO കോളേജില് ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് കെ ടി ജലീല് സിമിയുടെ ബാനറിൽ മൂപ്പര് യൂണിവേഴ്സിറ്റിയിലേക്ക് മത്സരിച്ചു. 2 പ്രാവശ്യം മത്സരിച്ചു, 2 തവണ. ആദ്യ തവണ എനിക്ക് തോന്നുന്നു UUC ആയിട്ട് മത്സരിച്ചു തോന്നുന്നു, 2ാം തവണ ചെയർമാൻ ആയിട്ട് മത്സരിച്ചു, 2 പ്രാവശ്യം പൊട്ടിപ്പോയി, 2 പ്രാവശ്യം തോറ്റുപോയി. എന്ന് പറഞ്ഞാൽ തിരൂരങ്ങാടി PSMO കോളേജിൽ പോലും സിമിക്ക് ആവശ്യമായ ഒരു എന്താ പറയാ അംഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇയാൾ എന്നാലും സിമിയുടെ എന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റ് ആണ് ആര്? കെ ടി ജലീൽ. പാകിസ്ഥാന്റെ മനസ്സുമായി ISISന്റെ മനസ്സുമായി എന്താ പറയാ നടക്കുന്ന ഒരാളാണ് ജലീൽ. അതിന്റെ കൂടെ തന്നെ മൂപ്പർക്ക് ഈ അധികാരഭ്രമം, എങ്ങനെയെങ്കിലും എന്താണ് അധികാര സ്ഥാനത്ത് എത്തണം. ഇതിന്റെ പേരിൽ 2 പ്രാവശ്യം മത്സരിച്ച് തോറ്റുപോയപ്പോൾ സിമിക്കാർ തന്നെ ഇയാളെ പിടിച്ച് പുറത്താക്കി. ജലീലിനെ പിടിച്ച് പുറത്താക്കി. നിങ്ങൾ വേണ്ടവടെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് പുറങ്കാലം കൊണ്ട് ഒരൊറ്റ ചവിട്ട് കൊടുത്തു. ആരെ? ജലീലിനെ. അങ്ങനെ സിമിയുടെ മറ്റു നേതാക്കള് ജലീലിനെ ചവിട്ടി പുറത്താക്കിയപ്പം ജലീൽ ചെന്ന് വീണത് ലീഗിന്റെ കൂടാരത്തിലാണ്. അപ്പൊ അത്ര തീവ്രത മൂപ്പരൊന്ന് അവിടെ സപ്രസ് ചെയ്ത് വെച്ചു. ആ തീവ്രതയ്ക്ക് ഒന്ന് കുറച്ചിട്ട് മൂപ്പര് നേരെ ലീഗിൽ, മുസ്ലിം ലീഗിന്റെ കുറച്ചു കാലം മുസ്ലിം ലീഗിന്റെ അവിടെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടന്ന് അങ്ങനെയാണ് മൂപ്പര് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയത്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി. എന്നിട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് അവിടെ എന്തോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒക്കെ ആയി. എന്ന് പറഞ്ഞാൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു കൊളസ്ട്രോൾ ആയിട്ട് മൂപ്പര് ഇങ്ങനെ അത്യാവശ്യം എന്താ പറയാ അവിടുത്തെ ഒരു സുൽത്താനായിട്ട് ഇങ്ങനെ വാഴുകയാണ് കേട്ടോ. അതിന്റെ ഇടക്ക് ലീഗുകാർക്കും മടുത്തു. കാരണം ഇയാളെ മാതിരിയുള്ള സ്വഭാവമുള്ള ആൾക്കാർ ലീഗിനും പറ്റില്ല. ലീഗുകാർ എന്ത് ചെയ്തു? ഇയാളെ ചവിട്ടി പുറത്താക്കി. ലീഗൊന്നും ചവിട്ടി പുറത്താക്കി കഴിഞ്ഞപ്പോ സിമിന്ന് ചവിട്ടി പുറത്താക്കി, ലീഗൊന്നും ചവിട്ടി പുറത്താക്കി. പിന്നെ എവിടെ പോവുക? പിന്നെ പോകാൻ ഒറ്റ സ്ഥലമുള്ളൂ, നേരെ CPMലേക്ക്. CPM AKG സെന്ററിന്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമയിൽ ഞാനൊരു തീവ്രവാദിയായ മുസ്ലിമാണ്. എന്താ പറഞ്ഞത്? ഞാനൊരു തീവ്രവാദിയായ മുസ്ലിമാണ്. നമ്മളെ ഇന്ത്യയെ എന്താക്കണം? ഇന്ത്യയെ പാകിസ്ഥാനാക്കണം. കാശ്മീർ ഇന്ത്യയുടേതൊന്നല്ല, അത് പാകിസ്ഥാന്റേതാണ്. ഇതൊക്കെയായിരുന്നു മൂപ്പരുടെ നിലപാട്. മൂപ്പർ അമ്മാരി ഒരു FB പോസ്റ്റ്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈയിടെട്ടിരുന്നു. ഈയിടെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ മൂപ്പരുടെ മനസ്സിലതാണ്. അതായത് ഈ എന്താ പറയാ ഈ ഒക്യുപ്പൈഡ് മറ്റേ കാശ്മീർ എന്ന് പറയുന്ന, അതായത് അധിനിവേശ കാശ്മീർ അല്ലെ, പാക് അധിനിവേശ കാശ്മീർ എന്ന് പറയുന്ന പ്രയോഗത്തിന് വരെ മൂപ്പര് ആസാദി കാശ്മീർ പ്രഖ്യാപിച്ചു. അതായത് കാശ്മീരിന് മൂപ്പര് സ്വാതന്ത്ര്യം കൊടുത്തു. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല, കാശ്മീർ ആരുടെ കൂടിയാണ്? പാകിസ്ഥാന്റെ കൂടെയാണ്. അങ്ങനെ ഒരു FB പോസ്റ്റ് ഇട്ട മുതലാണ് കേട്ടോ. അതൊരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇയാള് AKG സെന്ററിൽ പോയി കമിഴ്ന്നടിച്ച് വീണ് കഴിഞ്ഞപ്പോൾ അക്കാലത്താണ് നമ്മളെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഐസ്ക്രീം പാർലർ കേസും വിവാദമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടിനെ അടിക്കാൻ ഇയാളൊരു വടിയാണല്ലോ എന്ന് സഖാക്കൾക്ക് തോന്നിയത്. അങ്ങനെ കുറ്റിപ്പുറത്ത് നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ CPMന്റെ പിന്തുണയോടെ KT ജലീലിനെ ഇവർ മത്സരിപ്പിച്ചു, സ്വതന്ത്രനാക്കി. പാർട്ടിയിലൊന്നും ചേർത്തില്ല. കാരണം പാർട്ടി ചേർക്കാൻ പറ്റിയ മുതലല്ലാന്നേ. അതുകൊണ്ട് തന്നെ മൂപ്പരെ പുറത്തുനിന്ന് പിന്തുണയൊക്കെ കൊടുത്തുകൊണ്ട് മൂപ്പരെ മത്സരിപ്പിച്ചു. എന്തോ കഷ്ടകാലത്തിന് എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിക്ക് ഈ മാധ്യമങ്ങൾ മുഴുവനും കുഞ്ഞാലിക്കുട്ടിക്ക് എതിരായി, അങ്ങനെ ഒരു കുഞ്ഞാലിക്കുട്ടിക്ക് എതിരായ ഒരു വികാരം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കാലം 2000 തുടക്കമാണ്, 2006 തെരഞ്ഞെടുപ്പിലാട്ടോ. 2006 20 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ, 2006 മൂപ്പര് കുറ്റിപ്പുറത്ത് മത്സരിച്ച് കുഞ്ഞാലിക്കുട്ടി തോറ്റുപോയി. ഇയാൾ മത്സരിച്ചോണ്ട് ഇയാൾ തോൽപ്പിച്ചൊന്നുമില്ല. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ജനരോഷം ഉണ്ടായിരുന്നു.
ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണമൊക്കെ ഉണ്ടായപ്പോൾ നമുക്കറിയാം അത് കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ്, ഇതിൽ എത്രമാത്രം വസ്തുതയുണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അത്രമാത്രം ഇപ്പം പഴയ പോലെ ഈ പെണ്ണ് കേസിലൊന്നും ജനങ്ങൾ അത്രമാത്രം കാര്യത്തിൽ എടുക്കില്ല. പക്ഷെ അക്കാലത്ത് അങ്ങനെയായിരുന്നില്ല. അക്കാലത്ത് ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടി തോറ്റുപോയത്. കുഞ്ഞാലിക്കുട്ടി തോറ്റുപോയി കഴിഞ്ഞപ്പോൾ ജലീൽ ജയിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് ജലീൽ വലിയൊരാളായി. കുഞ്ഞാലിക്കുട്ടീനെ പരാജയപ്പെടുത്തിയ ആൾ. അങ്ങനെ മൂപ്പര് എന്താ പറയാ, മൂപ്പര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഒരു എന്താ പറയാ പിറക്കാതെ പോയ മോനായി. അങ്ങനെയാണ് 2006 ശേഷം. അപ്പൊ പിന്നെ കുറ്റിപ്പുറം മണ്ഡലം, പിന്നെ എനിക്ക് തോന്നുന്നു ആ മണ്ഡല പുനർനിർണയത്തിന്റെ കാര്യത്തിൽ കുറ്റിപ്പുറം മണ്ഡലം പോയി. പിന്നെ ഉണ്ടായത് ഈ തവനൂർ മണ്ഡലമാണ്. പുതിയ മണ്ഡല രൂപീകരണം തവനൂര്. അങ്ങനെയാണ് മൂപ്പര് തവനൂരിൽ 2011 2016 2021 മൂന്ന് തവണ മൂപ്പര് ഇവിടെ തവനൂരിൽ മത്സരിച്ച് ജയിച്ചു. അതായത് 2016 എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഒന്നാം മന്ത്രിസഭയിൽ കെ ടി ജലീല് മന്ത്രിയായി. എനിക്ക് തോന്നുന്നു തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരുന്നു ആദ്യം. ആ വകുപ്പ് കുട്ടിച്ചോറാക്കിയപ്പോൾ അതൊന്ന് മാറ്റിങ്ങാണ്ട് ഒരു പകുതി, എനിക്ക് തോന്നുന്നു 2-2.5 വർഷം കഴിഞ്ഞപ്പം കെ ടി ജലീലിനെ ഉന്നത വിദ്യാഭ്യാസം ഏൽപ്പിച്ചു കൊടുത്തു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, പിന്നെ ഹജ്ജ്, ന്യൂനപക്ഷ ക്ഷേമം എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ ജലീലിന് കാലാവധി പൂർത്തിയാക്കാൻ പറ്റിയില്ല. കാരണം ബന്ധു നിയമനം. ജലീലിന്റെ എന്താ പറയാ ബാപ്പയുടെ സഹോദരന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു സഹോദരൻ തന്നെ വരും. എന്ന് പറഞ്ഞാൽ ബാപ്പയുടെ സഹോദരന്റെ പുത്രനെ മൂപ്പര്, എനിക്ക് തോന്നുന്നു മൂപ്പര് ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയെ മൂപ്പര് ഈ എന്താ പറയാ ഒരു ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷനോ അമ്മായി എന്തൊരു പരിപാടിയുണ്ട്. ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷന്റെ MD ആയിട്ട് അതിന് മൂപ്പരായിട്ട് നിയമിച്ചു. മൂപ്പർക്ക് ഡെപ്യൂട്ടേഷനിൽ ഒരു നിയമനം കൊടുത്തു. അത് ബന്ധു നിയമനം എന്നൊക്കെ പറഞ്ഞ് വിവാദത്തായി ലോകായുക്തയിൽ പോയി ലോകായുക്ത ഇയാളുടെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ചു. അതിന്റെ ശേഷമാണ് പിണറായി വിജയൻ ലോകായുക്തയുടെ ചിറകരിഞ്ഞത്. കാരണം അടുത്ത് പുറത്താകാൻ പോകുന്നത് പിണറായി വിജയനാണ്. കാരണം പിണറായി വിജയനും ഒരു ഇത്തരത്തിലുള്ള തന്റെ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ഭരണപരമായ അഴിമതി നടത്തിയിരുന്നു. അതായത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വേറെ കുറെ ആൾക്കാർക്ക്, അർഹതയില്ലാത്ത കുറെ ആൾക്കാർക്ക്, എന്ന് പറഞ്ഞാൽ കോടിയേരിയുടെ ഒരു ഡ്രൈവർക്ക്, പിന്നെ ആർക്കാണ് ഒരു കോൺഗ്രസ് നേതാവിന്, വേറെ അങ്ങനെ 2-3 ആൾക്കാർക്ക് ഏതാണ്ട് കുറച്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനർഹമായി കൊടുത്തിരുന്നു. അതിന്റെ പേരിൽ ലോകായുക്തയിൽ കേസുണ്ടായി. ആ കേസിൽ വിധി പറഞ്ഞു കഴിഞ്ഞാൽ, പിണറായി വിജയനെതിരെ വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന് പിന്നെ മത്സരിക്കാൻ പറ്റില്ല. അതോടുകൂടി സ്ഥാനം നഷ്ടപ്പെടും, മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും, മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പിണറായി വിജയൻ പോയിക്കാണ്ട് ലോകായുക്തയുടെ ചിറകഴിഞ്ഞ് ലോകായുക്തയെ എന്താക്കിയത്, പല്ലും നഖവും ഒക്കെ ഊരി മാറ്റി മൂപ്പര് സേഫ് ആക്കിയത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജലീലിന്റെ കാര്യമാണല്ലോ. അങ്ങനെ ജലീല് മന്ത്രിസ്ഥാനം പോയി. പിന്നെ 2021 മൂപ്പര് മത്സരിച്ച്, അക്കാലത്ത് ഈ കോവിഡിന്റെ പറവില് കുറെ ആൾക്കാർ ജയിച്ച കൂട്ടത്തിൽ മൂപ്പര് ജയിച്ചു പോയി. കഴിഞ്ഞ തവണ മൂപ്പര് തോൽക്കും ചെയ്തു. അങ്ങനെ തോറ്റ് വീട്ടിലിരിക്കുമ്പോഴാണ് ഇപ്പൊ മൂപ്പര് ഇന്ന് മൂപ്പരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ജലീലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ അറിയോ? മൂപ്പര് എന്റെ സഹധർമ്മിണിയും, മൂപ്പരൊറ്റക്കല്ല, മൂപ്പരും സഹധർമ്മിണിയും CPM-ൽ ചേർന്നിരിക്കുന്നു. എന്താ സാധാരണ രീതിയിൽ CPM എന്നുള്ള ആൾക്കാരൊക്കെ പോവുകയാണ്. CPM തോറ്റ് തുന്നമ്പാടിയിരിക്കുകയാണ്. CPM എന്ന് പറഞ്ഞാൽ സാധനം ഇല്ലാണ്ട് ആയി ഇനി പറഞ്ഞാൽ ഇനി കേരളത്തിൽ CPM ഉണ്ടാവില്ല. ആ രീതിയിലേക്ക് CPM ഓരോ ദിവസവും തോറ്റു കഴിഞ്ഞിട്ടും, അതായത് നിയമസഭയിലെ 35 സീറ്റുകളോടെ LDF 35 സീറ്റുകളോടെ പ്രതിപക്ഷത്തായി. മാത്രമല്ല അതിനുശേഷം CPM-ന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ CPM കഴിഞ്ഞ 10 വർഷം ചെയ്ത എല്ലാ തോന്നിയവാസങ്ങളും VD സതീശൻ ഒന്നൊന്നായി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആകെ നാണം കെട്ട് ഉടയാടയില്ലാതെ അല്ലേ ചൂളി നിൽക്കുകയാണ് ഈ CPM-മാര്. ആ CPM-ലെ നേതാക്കന്മാർ അണികളൊക്കെ പോയി. അതായത് നമുക്ക് അറിയാലോ, ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. പയ്യന്നൂരാവട്ടെ, തളിപ്പറമ്പാവട്ടെ, തൃക്കരിപ്പൂരാവട്ടെ, ആലപ്പുഴയിലാവട്ടെ, അമ്പലപ്പുഴയിലാവട്ടെ, അങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് കോട്ടകളൊക്കെ ഇളകി ആകെ എന്താ പറയാ നാറി തൂറിക്കിടക്കുന്ന അവസ്ഥയിൽ അല്ലേ. എന്നെ ഇപ്പൊ അത് വാക്കില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനത്തെ അവസ്ഥയിലാണ് CPM. അപ്പൊ മൂപ്പര് ഇപ്പൊ CPM-ലേക്ക്, അതായത് അങ്ങനെയുള്ളൊരു CPM-ലേക്ക് കെ ടി ജലീൽ അംഗത്വം, തനിക്കും തന്റെ ഭാര്യയ്ക്കും അംഗത്വം തേടിക്കാണ്ട് മൂപ്പര് വരികയാണ്. മൂപ്പരുടെ ലക്ഷ്യം എന്താ അറിയോ? CPM-നെ നയിക്കാനാണ് വരുന്നതെന്നേ. മൂപ്പര് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ അതിന്റെ ഇടയിലുണ്ട് CPM-ആയിട്ട് പറയാണ്, നിങ്ങൾ ബേജാറാവണ്ട, ദാ വരുന്നേ, മലപ്പുറത്ത് സുൽത്താൻ വരുന്നുണ്ട്, ഞാൻ നയിച്ചു വരാ എന്ന് പറയാണ് മൂപ്പര്. അതായത് CPM-ല് 2 പ്രമുഖ ധാരകളുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി CPM-ല് ഈ മുസ്ലിം സഖാക്കളും ഹിന്ദു സഖാക്കളും ഉണ്ട്.
ഇതിങ്ങനെ പറയാതിരുന്നൊരു കാര്യമില്ല. ശരിക്ക് CPM-ലെ പ്രവർത്തകർക്ക് അറിയാം, CPM-ല് മുസ്ലിം സഖാക്കളുണ്ട്. എപ്പോഴും മുസ്ലിം സഖാക്കൾക്ക് ഒരു വെയിറ്റേജ് ഉണ്ട്. മുസ്ലിം സഖാക്കൾക്ക് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടും. മുസ്ലിം സഖാക്കൾക്ക് ഒരുപാട് സൗജന്യങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കൽ പള്ളി പോകാം, ഹജ്ജിന് പോകാം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഹിന്ദു സഖാക്കളുണ്ട്. ഈറ്റിങ്ങൾക്ക് പിന്നെ ഈ അമ്പലത്തിൽ പോകാൻ പറ്റൂല, ഗണപതി ഹോമം നടത്താൻ പറ്റൂല, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഹിന്ദു സഖാക്കൾക്കുണ്ട്. മുസ്ലിം സഖാക്കൾക്ക് ഇതൊക്കെ ചെയ്യാം. അങ്ങനെ ഹിന്ദു സഖാക്കളും മുസ്ലിം സഖാക്കളും ഉണ്ട്. ഈ മുസ്ലിം സഖാക്കളുടെ ഒരു ചേരിയാണ് ഇപ്പൊ ഇങ്ങനെ ശക്തമായി വരുന്നത്. അതാണ് ഈ റിയാസിന്റെ ഒക്കെ ഒരു ബലം എന്ന് പറയുന്നത്. മുസ്ലിം സഖാക്കളുടെ ഒരു പ്രതീകമാണ് ഈ റിയാസ് ഒക്കെ. ഹിന്ദു സഖാക്കൾ ഏതാണ്ട് ഇല്ലാണ്ടിരിക്കണം. അപ്പോഴാണ് ഹിന്ദു സഖാക്കൾ തന്നെ മുസ്ലിം സഖാക്കൾക്ക് വേണ്ടി, അതായത് സ്വരാജ് പോലുള്ള ചില മുതലുകള് പേരുകൊണ്ട് മുസ്ലിം അല്ലെങ്കിലും മൂപ്പര് മുസ്ലിം പക്ഷത്താണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ CPM എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് സാധാരണ CPM എന്ന് പറയുന്നതല്ല. CPM-ന്റെ സത്യം എന്ന് പറഞ്ഞാൽ CPM-ന്റെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈഴവരാണ്, ഇവിടുത്തെ ഹൈന്ദവരാണ്. അതായത് BJPക്കുള്ള ഹൈന്ദവ വോട്ടുകളെക്കാൾ കൂടുതൽ ഹൈന്ദവ വോട്ടുകൾ ഉള്ളത് CPM-ലാണ്. അതുകൊണ്ടാണല്ലോ KK രാഗേഷ് എന്നെ സംസാരിച്ചത്. BJPയുടെ കേരളത്തിലെ ശത്രു CPM ആണ്. എന്തുകൊണ്ട്? കോൺഗ്രസ് നിന്ന് BJPക്ക് വോട്ടുകളൊന്നും കിട്ടാനില്ല. വോട്ടുകൾ കിട്ടാനുള്ളത് എവിടെ നിന്നാണ്? CPM-ൽ നിന്നാണ്. അതാണ് യാഥാർത്ഥ്യം. അത് KK രാഗേഷ് പറഞ്ഞ അവസാനം ഞാൻ അങ്ങനെയല്ല പറഞ്ഞെന്നൊക്കെ പറയണ മുമ്പ് മാറ്റി പറഞ്ഞത് അതൊന്നുമല്ല. ഏതായാലും നമുക്ക് എല്ലാവർക്കും അറിയാം CPM-ലാണ് ഏറ്റവും കൂടുതൽ ഹൈന്ദവ വിഭാഗമുള്ളത്, പ്രത്യേകിച്ച് ഈഴവരുള്ളത്. അപ്പം ഈ അണികളൊക്കെ ഈഴവരാണെങ്കിലും ഈ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്നത് ഒരു മുസ്ലിം പക്ഷക്കാരാണ്. അപ്പൊ ഈ മുസ്ലിം പക്ഷം പിടിച്ചാൽ പാർട്ടി പിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ പഴയ പോലെ ഈ കണ്ണൂർ പാർട്ടി എന്ന് പറയുന്നത് തീർന്നിപ്പോ. ഇപ്പൊ കണ്ണൂരിലെ നേതാക്കന്മാരെ പുല്ലുവലിയാണ് ആൾക്കാർക്ക്. കാരണം കണ്ണൂരിൽ തന്നെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങൾ പോയത്. അതുകൊണ്ട് കണ്ണൂരിന്റെ നേതാക്കന്മാർ ഇനിയിപ്പം കണ്ണൂരിന്റെ പ്രതാപം പറഞ്ഞിങ്ങാണ്ട് ഇനിയിപ്പം നടക്കണ്ട. പിന്നെപ്പോ എന്താണ്? CPM-നെ രക്ഷിക്കാൻ ഞാനാണ് വരുന്നത് എന്നാണ് മൂപ്പര് പറയുന്നത്. ആര്? KT ജലീൽ പറയുന്നത്. ഈ KT ജലീലിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പേ മൂപ്പരുടെ ചില മാഹാത്മ്യങ്ങൾ കൂടി കേൾക്കണമല്ലോ. മൂപ്പരുടെ ചില മാഹാത്മ്യങ്ങൾ ഏറ്റവും അവസാനം തുടങ്ങാം. നമ്മുടെ സ്വപ്ന സുരേഷ് ഇടതുപക്ഷത്തെ പല മന്ത്രിമാർക്കും പല നേതാക്കന്മാർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. സ്വപ്നയുടെ ഒരുപാട് 164 സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും പുറത്തു വന്നില്ല. അതൊന്നും വേണ്ട രീതിയിൽ അന്വേഷിച്ചില്ല. സ്വപ്ന പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ UAE-യുമായി, അറബ് നാടുകളുമായി KT ജലീലിന് ചില അവിശുദ്ധ ബന്ധങ്ങളുണ്ട്. അങ്ങനെ അതായത് ഇവിടുത്തെ ഏതോ ചില മാധ്യമങ്ങളെ ഗൾഫിൽ വിലക്ക് ഏർപ്പെടുത്തുന്നൊക്കെ പറഞ്ഞാണ്ട് മൂപ്പര് UAE-യിലെ കോൺസുലേറ്റിലേക്ക് കത്തെഴുതിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്വപ്ന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറിയാലോ, നിങ്ങൾ മറന്നുപോയോ? ഇല്ലല്ലോ. ഈന്തപ്പഴം എത്രയോ ടൺ കണക്കിന് ഈന്തപ്പഴം ഇറക്കുമതി ചെയ്തു UAE-യിൽ നിന്ന്. അങ്ങനെ ഇറക്കുമതി ചെയ്തപ്പോൾ അതിൽ ചില പെട്ടികളിൽ ഈന്തപ്പഴം മാത്രമല്ല സ്വർണവും ഉണ്ടായിരുന്നു എന്നാണ് സ്വപ്ന പറഞ്ഞത്. ഖുർആൻ ഇവിടെ ഖുർആൻ കിട്ടായിന്റെ മുമ്പ് UAE-യിൽ നിന്ന് ഖുർആൻ ഇറക്കിയത്രേ. ആ ഖുർആനിനുള്ളിലും സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ള ചില ആരോപണങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. അമ്മാതിരി സ്വപ്നയുടെ ആരോപണങ്ങളിൽ ആകെ ഗതിയില്ലാതെ വിറച്ചു നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു KT ജലീലിന്. അക്കാലത്തെ ദൃശ്യമാധ്യമങ്ങൾ മുഴുവനും അല്ലേ, മറ്റേ ഈന്തപ്പന കുരുവിൽ സ്വർണം, പിന്നെ ഖുറാന്റെ ഉള്ളിൽ സ്വർണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തകളൊക്കെ നിറഞ്ഞുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തായാലും സ്വപ്നയുടെ ഈ പറഞ്ഞ ശ്രീരാമകൃഷ്ണനും ഈ കടകംപള്ളിക്കൊക്കെ എതിരെ സ്വപ്ന പറഞ്ഞ പോലുള്ള അതിനേക്കാൾ അതിരൂക്ഷമായ അതൊക്കെ ലൈംഗിക ആരോപണങ്ങളായിരുന്നു എങ്കിൽ ഇത് ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളായിരുന്നു ജലീലിനെതിരെ, KT ജലീലിനെതിരെ സ്വപ്ന പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ CPM-ൽ വരുമ്പോ ചില ബഹുമതികൾ വേണമല്ലോ. ഇതൊക്കെ ബഹുമതികളാണ്, വേറെ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ സ്വപ്നയുടെ ആരോപണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിധേയനായ വ്യക്തിയാണ് KT ജലീൽ. പിന്നെ മൂപ്പര് മന്ത്രിയായിരിക്കുന്ന കാലത്ത് നേരത്തെ ഒരു തോന്നിയാസം പറഞ്ഞില്ല, അതായത് ബന്ധു നിയമത്തിന്റെ പേരിലാണ് മൂപ്പരുടെ കസേര തെറിച്ചത്. അതല്ലാത്ത വേറൊരു കാര്യം, ഈ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഒരു മാർക്ക് ദാനം, എനിക്ക് തോന്നുന്നു KTM എഞ്ചിനീയറിംഗ് കോളേജിലാണ് എന്ന് തോന്നുന്നു. അവിടെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, മൂപ്പരെ പരിചയത്തിലുള്ള ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് മൂപ്പര് മാർക്ക് കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്യൽ മാത്രമല്ല മാർക്ക് കൂട്ടിയും കൊടുത്തു. അവസാനം അത് ഗവർണർ ഇടപെട്ട് അവസാനം അത് പിൻവലിച്ചു. ഇയാൾക്കെതിരെ നടപടിയെടുക്കാനൊക്കെ തുനിഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ചെല്ലുന്നിടത്തൊക്കെ എന്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റുമോ, എന്തൊക്കെ അഴിമതി നടത്താൻ പറ്റുമോ അതിലൊക്കെ
അതിലൊക്കെ പ്രാവീണ്യം നേടിയ ആളാണ് ഈ മുതൽ. മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടിയിട്ട് ഭൂമി വാങ്ങിയ വകയിൽ സെന്റിന് 3000 രൂപ വിലയുള്ള ഭൂമി 1.6 ലക്ഷം രൂപക്കാണ് ജലീൽ വാങ്ങിക്കൊടുത്തതെന്നും കോടികൾ കമ്മീഷൻ അടിച്ചു എന്നും തരത്തിലുള്ളൊരു പരാതി ലീഗിന്റെ ഉള്ളിൽ തന്നെ ഉയർന്നിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ എന്താ പറയാ, തീയില്ലാതെ പുക ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പുകയില്ലാതെ തീ ഉണ്ടാവില്ലെന്നോ, അങ്ങനെ എന്തോ ഒരു പഴമൊഴി ഉണ്ടല്ലോ. അതേപോലെ ഈ ഭൂമി തട്ടിപ്പിന്റെ പേരിലുള്ള ഒരു ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ അപ്പം ജലീലിന് ഏതായാലും നല്ല രീതിയിലുള്ള സ്വീകരണമാണ് CPM കിട്ടിയതാണ് ഞാൻ പറയുന്നത്. കാരണം ഒന്ന് തീവ്രവാദിയാണ്, സിമിയുടെ ആദ്യകാല പ്രവർത്തകനാണ്. അപ്പൊ പാർട്ടിയിൽ അപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താ അറിയോ? ഇനി സംഭവിക്കാൻ പോകുന്നത് ജലീൽ CPM നയിക്കും. അങ്ങനെ CPM എന്ന് പറയുന്നത് ഒരു തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പാർട്ടിയായി മാറും. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പാർട്ടി. സ്വാഭാവികമായും അപ്പം അതിൻ്റെ ഉള്ളിലുള്ള ഹൈന്ദവ വിഭാഗമൊക്കെ BJPയിലേക്ക് പോകും, കുറെ കോൺഗ്രസിലേക്കും പോകും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ CPM എന്ന് പറയുന്നത് ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് പാർട്ടിയായി മാറും. സിമിയുടെ വേറൊരു രൂപമായി മാറും. നേതാവ് ആരാണ്? നേതാവ് KT ജലീൽ. അപ്പൊ KT ജലീലും KT ജലീലിന്റെ ഭാര്യയും നയിക്കുന്ന CPM ആണ് ഇനി വരാൻ പോകുന്നത്. ഇതിന്റെ ഇടയിൽ ഇയാളുടെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് അത്യാവശ്യം നീണ്ടതാണ്, എങ്കിലും ഞാൻ അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം പറയാം. അതിന്റെ ഹെഡിങ് എന്താണെന്ന് അറിയോ? ഇനി സഹയാത്രികനല്ല, പാർട്ടിയുടെ ഭാഗം. അതായത് KT ജലീൽ പ്രഖ്യാപിക്കുകയാണ്, ഇനി ഞാൻ സഹയാത്രികനല്ല, ആരാണ്? പാർട്ടിയുടെ ഭാഗം. എന്റെ പൊതുജീവിതത്തിൽ വലിയ താങ്ങും തണലും നൽകിയ പാർട്ടിയാണ് CPM. 2006 തുടങ്ങിയ ആത്മബന്ധം 2 പതിറ്റാണ്ടിനിടയിൽ ഒരു ഘട്ടത്തിലും ദുർബലമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇയാളുടെ പ്രഖ്യാതമായ മോനാണല്ലോ, കാരണഭൂതത്തിന്റെ. സഹയാത്രികനായിരിക്കെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ നയിച്ച 2 സംസ്ഥാന ജാഥയിലും ഗോവിന്ദൻ മാസ്റ്റർ നയിച്ച ഒരു ജാഥയിലും ഈ ഉള്ളവനെ അംഗമാക്കിയ CPM എന്നിൽ അർപ്പിച്ച വിശ്വാസം വളരെ വലുതാണ്. സ്വപ്പടിക്കാണ്. ഒരാളുടെയും പിന്നാലെ നടക്കാതെയും ഒരാളെ കൊണ്ടും ശുപാർശ ചെയ്യിക്കാതെയും മലപ്പുറം ജില്ലയിൽ നിന്ന് തുടർച്ചയായി 4 പ്രാവശ്യം MLAയും 5 വർഷം മന്ത്രിയുമാക്കിയ പാർട്ടിയുടെ 5 വർഷം തയ്ച്ചില്ല കേട്ടോ, അതിന് മുമ്പെയാണ് ലോകായുക്ത തെറിപ്പിച്ചത്. 5 വർഷം മന്ത്രിയുമാക്കിയ പാർട്ടിയോട് എക്കാലവും ഞാൻ കടപ്പെട്ടിരിക്കും. അപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആദ്യത്തെ പാരഗ്രാഫ് സോപ്പടിയാണ്. നല്ല സോപ്പിട്ട് പതപ്പിക്കുകയാണ് പിണറായി വിജയനെ, അല്ലെങ്കിൽ CPMന്റെ സമുന്നത നേതാക്കളെ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയത്തെ തുടർന്ന് വിമർശന സ്വരങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി വന്ന CPM വലതുപക്ഷ പിന്തിരിപ്പന്മാരാലും വർഗീയ ശക്തികളാലും നഖശികാന്തം എതിർക്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പറയുന്നത് ഏറ്റവും വലിയ വർഗീയവാദിയാണ്. വർഗീയ ഫാസിസ്റ്റുകൾ ഫണം വിടർത്തിയാടുന്ന വർത്തമാന ഇന്ത്യൻ സാഹചര്യത്തിൽ മുഴുവൻ ജനങ്ങളുടെയും ഒരു പൊതു പ്ലാറ്റ്ഫോം ഒരുക്കി ആശയരംഗത്തും കർമ്മ മേഖലയിലും അക്ഷരാർത്ഥത്തിൽ പൊരുതി നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. ഇടതുപക്ഷ ചേരി ദുർബലമായാൽ ആത്യന്തികമായ നഷ്ടം സംഭവിക്കുക ദുർബല ജനവിഭാഗങ്ങൾക്കും മത ന്യൂനപക്ഷങ്ങൾക്കുമാണ് എന്ന സത്യം പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അപ്പോൾ ഇവിടുത്തെ ദുർബല വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, ഇവർക്കൊക്കെ ആശ്രയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ്. ഞാൻ വരുന്നു, എന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങളൊക്കെ രക്ഷിക്കണമെന്ന് ഇയാളുടെ വരികൾക്കിടയിലൂടെ സൂചിപ്പിക്കുകയാണ് കേട്ടോ. പശ്ചിമ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലമായപ്പോൾ ഉണ്ടായ TMCയുടെ ആയുസ് വെറും 15 വർഷമാണ്. ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് BJP ആണ്. സമാന സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഊർജ്ജസ്വലതയോടെ നിലനിൽക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഊർജ്ജസ്വലതയോടെ നിലനിൽക്കണം, അല്ലെങ്കിൽ ബംഗാളിൽ അനുഭവം വരും. അങ്ങനെ ഊർജ്ജസ്വലതയോടെ നിലനിൽക്കണമെങ്കിൽ KT ജലീൽ എന്ന ഞാൻ ഇതാ എന്നെ പാർട്ടിക്ക് സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് കാരണഭൂതം ജയിലിലേക്ക് പോകുമ്പോൾ ഈ ഉള്ളവനെ എന്താക്കണം? അങ്ങയുടെ ഇരിപ്പിടത്തിലേക്ക് ഉപവിഷ്ടനാക്കണം. മൂപ്പരുടെ ഭാഷാപ്രയോഗം അങ്ങനെ കേട്ടോ. കാവഡ്യക്കാരും അഭിനേതാക്കളും കളം നിറഞ്ഞാടുന്ന സമകാലിക രാഷ്ട്രീയത്തിൽ ജീവിത സാഹചര്യങ്ങൾ രൂപപ്പെടുത്തിയ ശൈലി പിന്തുടരുന്നത് കൊണ്ട് മാത്രം വിമർശിക്കപ്പെടുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ. ഇത് 2-3 പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ തോന്നിയാസം അത് തോന്നിയാസമൊന്നുമല്ല, അതൊക്കെ അങ്ങനെ ആയിപ്പോയതാണെന്ന് പറയുന്നത്. അങ്ങനെ ആയിപ്പോയതാണ്. ഇതര രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും പ്രവർത്തകരുമായും തുല്യം ചെയ്യുമ്പോൾ നാട്ടുകാരെ പറ്റിക്കാതെയും ധാർമ്മിക ബോധം സ്വജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റ് നേതാക്കളും പ്രവർത്തകരും. മഹാഭൂരിപക്ഷം അങ്ങനെയുള്ള സംശുദ്ധരാണ്. അതിന്റെ അകത്ത് പിണറായി വിജയന്റെ മാതിരി കുറച്ച് ആൾക്കാരുണ്ട് എന്നാണ് മൂപ്പര് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇതിന്റെ അടുത്ത് പിണറായിന് കുത്തുന്നുണ്ട് മൂപ്പര്. അങ്ങനെ അപവാദമുണ്ടാകാം, ഞാൻ നിഷേധിക്കുന്നില്ല. അത്തരക്കാർ പക്ഷേ ന്യൂനപക്ഷമാണ്. അത് തെളിഞ്ഞാൽ അവരെ മാറ്റി നിർത്താൻ മടി കാണിക്കാത്തവരാണ് ഇടതുപക്ഷ കക്ഷികൾ.
മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് തരികിടക്കാരും തട്ടിപ്പന്മാരും ഏറ്റവും കുറഞ്ഞ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നർത്ഥം. അപ്പൊ ഇതൊക്കെ ജലീല് സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്. മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ തട്ടിപ്പുകാരുള്ള പാർട്ടിയാണ്. അതായത് ചെറിയ തട്ടിപ്പ്, ശബരിമലയിൽ ഒക്കെ നടത്തിയത് ചെറിയ തട്ടിപ്പ്, കരുവന്നൂർ ബാങ്കിൽ നടത്തിയത് ചെറിയ തട്ടിപ്പ്, അങ്ങനെ ചെറിയ തട്ടിപ്പ് മാത്രമേ കമ്മ്യൂണിസ്റ്റുകാർ നടത്തുള്ളൂ എന്നാണ് ആരുടെ സർട്ടിഫിക്കറ്റ്? ഈ തീവ്രവാദിയുടെ സർട്ടിഫിക്കറ്റ്. വ്യക്തി വിശുദ്ധിയുടെ കാര്യത്തിലും സ്ഥിതി വിഭിന്നമല്ല. വ്യക്തി വിശുദ്ധിയുടെ നല്ല വ്യക്തി വിശുദ്ധിയാണല്ലോ. ചെയ്യാത്ത പണിക്ക് മാസപ്പടി വാങ്ങുന്ന ടീമൊക്കെയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ തീരില്ല, അതുകൊണ്ടാണ്. വ്യക്തി വിശുദ്ധിയുടെ കാര്യത്തിലും സ്ഥിതി ഭിന്നമല്ല. കറകളഞ്ഞ മതേതരവാദികളുമാണ് അവർ. ഇതെല്ലാം എനിക്ക് ബോധ്യമായ കാര്യങ്ങളാണ്. ഇതൊക്കെ ആർക്ക് ബോധ്യമായതാണ്? മൂപ്പർക്ക് ബോധ്യമായ കാര്യങ്ങളാണ് അത്രേ. ആരും പറഞ്ഞു തന്നതല്ലോ. ഇയാളുമാരി വിദ്യാസം ലോകത്തുണ്ടോ? മൂപ്പര് ഇങ്ങനെ പൊക്കാണ്. ഇതൊക്കെ എനിക്ക് ബോധ്യമായ കാര്യങ്ങളാണ്. ഈ പൊട്ടന് ഇതാ മനസ്സിലായത്. CPM കുറിച്ച് KT ജലീൽ എന്ന് പറയുന്ന പൊട്ടന് മനസ്സിലായ കാര്യങ്ങളാണ് മൂപ്പര് ഇപ്പൊ പറഞ്ഞത്. ഇയാളെന്നെ തെളിയിക്കുകയാണ് ഞാൻ ഏറ്റവും വലിയ പൊട്ടനാണ്. എന്നിട്ട് മതാചാരങ്ങൾ പിന്തുടരുന്ന ഒരു വിശ്വാസിക്ക് CPM മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയില്ലെന്നും അത്തരക്കാർ മതത്തിൽ നിന്ന് പുറത്താണ് എന്നുമുള്ള വാദമുയർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നതിൽ നിന്ന് ഹൈന്ദവ, മുസ്ലിം, ക്രൈസ്തവ വിശ്വാസികളെ പിന്തിരിപ്പിക്കാനുള്ള നീക്കങ്ങൾ അതത് വിഭാഗങ്ങളിലെ വർഗീയ വിഷം ചീറ്റുന്നവർ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന അത്യന്തം അപകടകരമായ അവസ്ഥ കാണാതിരുന്നുകൂടാ. ലോകത്തുള്ള എല്ലാ വർഗീയ, ജാതീയ, സങ്കുചിത ശക്തികളും ഒരുമിക്കുന്ന ഏകബിന്ദു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ക്ഷയിപ്പിക്കുക എന്നിടത്താണ്. അതിനെതിരായ ശക്തമായ പ്രതിരോധവും കൂടിയാണ് CPM അംഗത്വമെടുക്കാനുള്ള ഞങ്ങളുടെ തീരുമാനം. അപ്പൊ ഞങ്ങളുടെ തീരുമാനം എന്ന് പറയുമ്പോൾ മൂപ്പരും ഭാര്യയും CPM അംഗത്വം എടുക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇതുവരെ നിങ്ങളൊക്കെ കരുതുന്നത് CPM എന്ന് പറഞ്ഞാൽ കടുത്ത മതവിശ്വാസമുള്ളവർക്ക് ഇതിൽ ചേരാൻ പറ്റില്ല എന്നുള്ളതാണ്. ഞങ്ങൾ കടുത്ത മതവിശ്വാസികളാണ്, ഞങ്ങൾ കടുത്ത തീവ്രവാദികളാണ്, ഞങ്ങൾ എന്താ പറയാ സിമിയുടെ പ്രവർത്തകരായിരുന്നു, ഇസ്ലാമികവൽക്കരണം ഇന്ത്യയിലൂടെ എന്ന് പറയുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കും CPM എന്ത് തന്നു? ഞങ്ങൾക്കും മെമ്പർഷിപ്പ് തന്നിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കണ മാതിരി അല്ലട്ടോ CPM. ഒരാൾക്ക് നല്ല വിശ്വാസിയും നല്ല കമ്മ്യൂണിസ്റ്റുകാരനുമാകാൻ കഴിയുമെന്ന് സ്വജീവിതം കൊണ്ട് തെളിയിച്ച പലരുമുണ്ട്. ലോക മുതലാളിത്തത്തിനെതിരെ ഇറാനും ചൈനയും റഷ്യയും ഉത്തര കൊറിയയും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച ആരെയാണ് ആവേശം കൊള്ളിക്കാത്തത്? ലോക ഫാസിസത്തിനെതിരായി കമ്മ്യൂണിസ്റ്റുകാരും വിശ്വാസികളും ഒരുമിച്ച് പടുത്തുയർത്തിയിരിക്കുന്ന ഐക്യനിര എല്ലാ മുൻധാരണകളെയും കീഴ്മേൽ മറിച്ചിരിക്കുകയാണ്. മൂപ്പരിങ്ങനെ എന്താ പറയാ അന്താരാഷ്ട്ര തലത്തിലാണ് ഇതൊക്കെ വിശകലനം ചെയ്യുന്നത് കേട്ടോ. അന്താരാഷ്ട്ര തലത്തിൽ വിശകലനം ചെയ്യുകയാണ്. മതങ്ങളുടെയും മതചിഹ്നങ്ങളുടെയും പവിത്രത ജീവിതത്തിൽ പകർത്താതെ അവയെ ചൂഷണോപാധിയാക്കി സാധാരണ ജനങ്ങളെ പറ്റിച്ച് ധനസമ്പാദനം നടത്തുകയും അധികാരം കൈയാളുകയും ആഡംബരത്തിൽ ആറാടുകയും ചെയ്യുന്ന വിദ്വേഷ പ്രചാരകരോടുള്ള വിയോജിപ്പ് കൂടിയാണ് എന്റെയും സഹധർമ്മിണിയുടെയും പാർട്ടി പ്രവേശം. ഞങ്ങൾ വിശുദ്ധരാണ്. പാർട്ടി ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ധനസമ്പാദനം നടത്തുന്നവർക്കെതിരെയാണ് പാർട്ടി ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ധീരസഖാക്കളായി വരുന്നത് എന്ന് പറയാണ് ഈ സിമിയുടെ മുൻകാല പ്രവർത്തകൻ. ഇനി പ്രസ്ഥാനത്തിന്റെ സമൃദ്ധകാലത്ത് ഇനിയാണത് കൺക്ലൂഡ് ചെയ്യാണ്, ഇത് അവസാനിപ്പിക്കുക ഇങ്ങനെയാണ്. പ്രസ്ഥാനത്തിന്റെ സമൃദ്ധകാലത്ത് ഏത് പാർട്ടിയിൽ ചേരാനും ഒരുപാട് പേർ കാണും. എന്നാൽ പാർട്ടി വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന നിസ്വാർത്ഥരായ ലക്ഷക്കണക്കിന് സഖാക്കൾക്കൊപ്പം അവരിൽ ഒരാളായി നിൽക്കാതെ മാറി നിന്നാൽ സമൂഹത്തോട് ചെയ്യുന്ന കൊടിയ അപരാധമാകും. നോക്കണേ, ഇയാളുടെ CPM ഒരു ഭക്തി. പാർട്ടി ഭയങ്കര പ്രശ്നത്തിലാണ്. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെ മാറി നിൽക്കുക? അതുകൊണ്ട് നമ്മളിതാ ഉള്ളിലേക്ക് വരികയാണ്. ഉള്ളിലേക്ക് വരിക മാത്രമല്ല, നമ്മൾ പാർട്ടിയുടെ എന്താ പറയാ കടിഞ്ഞാൺ നമ്മൾ കയ്യിലെടുക്കും എന്ന് പറയുകയാണ്. എന്ന് പറയാൻ ഞാനിതാ വരുന്നു, പിണറായി വിജയേട്ടാ നിങ്ങളെ കസാല നമുക്ക് തരി, നമ്മളവിടെ കുത്തിരിക്കട്ടെ എന്ന് പറയാണ് ഈ വങ്കൻ. കർഷകരും തൊഴിലാളികളും മതസ്ഥിതരും സ്ത്രീകളും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും സാധാരണക്കാരും സർക്കാർ ജീവനക്കാരും ചെറുകിട കച്ചവടക്കാരും വ്യാപാരികളും അധ്യാപകരും വ്യവസായികളും പ്രൊഫഷണലുകളും വിദ്യാസമ്പന്നരും ബുദ്ധിജീവികളും വിദ്യാർത്ഥികളും യുവാക്കളും പ്രവാസികളും കുട്ടികളും മധ്യവയസ്കരും വയോജനങ്ങളും പറഞ്ഞു തീരുന്നില്ല അല്ലെ, എല്ലാ ജാതി മതസ്ഥരും അടങ്ങുന്ന കൂട്ടായ്മയിൽ അണിചേരുക എന്നത് ഓരോ മനുഷ്യ സ്നേഹിയുടെയും ജീവിതധർമ്മമാണ് എന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ആ മഹത്തായ ദൗത്യമാണ് പാർട്ടി അംഗങ്ങളാകുന്നതിലൂടെ സഫലമാകുന്നത്. ജലീൽ കാക്കന്റെ പോസ്റ്റാണ്. നമോ വാഗന്നല്ലാതെ എന്താ പറയേണ്ടത്? എനിക്ക് സങ്കടം വരുന്നത് അറിയോ, ഈ CPM ആദർശ ശുദ്ധിയുള്ള CPM സ്നേഹിക്കുന്ന അല്ലെ എന്നെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തുന്നതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ആദർശ ശുദ്ധിയുള്ള നേതാക്കന്മാരുണ്ട്. ഇവരുടെയൊക്കെ
ഇവരുടെയൊക്കെ ചങ്കിലേക്ക് അല്ലെ, ചങ്കിലേക്ക് ആണിയടിച്ചിറക്കല്ലവൻ. നിങ്ങൾ കണ്ടോ, ഇനി ഇതാ വരാൻ പോകുന്നത് ജലീലും ഭാര്യയും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ CPM ഇവരുടെ കയ്യിലാകും. എന്നിട്ട് പഴയ സിമിയുടെ പഴയ മുദ്രാവാക്യങ്ങളൊക്കെ അവൻ പുറത്തെടുക്കും. അതാണ് നടക്കാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.